എറണാകുളം പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയ വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞവരെ തിരിച്ചറിഞ്ഞു. സമീപത്തെ ഫ്ളാറ്റിലെ താമസക്കാരാണ് കുഞ്ഞിനെ നടുറോട്ടിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇന്ന് രാവിലെ ഇതുവഴി കടന്നുപോയവരാണ് മൃതദേഹം ആദ്യം കണ്ടത്. ആമസോൺ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. ഫ്ളാറ്റിൽ നിന്നും കുഞ്ഞിനെ എറിയുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ഏകദേശം ഒരു 8:15 കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഫുട്ടേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. കാരണം അതിലെ ടൈമിംഗ് നോക്കുമ്പോൾ ഒരു 8:17 ആ സമയം മുതലാണ് ഇത് വീഴുന്നതായിട്ട് കാണപ്പെടുന്നത്. അതിനുശേഷം ഒരു 8:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വിവരം കിട്ടി. ഞങ്ങളിവിടെ എത്തുകയും ചെയ്തത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കുട്ടി മരിച്ചു കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് നവജാത ശിശുവാണ്. പൊക്കൽ കൂടി പോലും കട്ട് ചെയ്തിട്ടില്ല. ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടൊരു സംശയം വരുന്നത്, ആശാ വർക്കർമാർ സാധാരണ ഈ ഗർഭിണികളുടെ എല്ലാം ഒരു കണക്കെടുപ്പ് നടത്താറുണ്ടല്ലോ. അപ്പൊ ഇത് ഒളിപ്പിച്ച് വെച്ച ഒരു ഗർഭം എന്നൊരു തോന്നലിലേക്ക് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ആശാ വർക്കർമാര് എല്ലായിടത്തും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഈ വിവരം കണ്ട ഉടൻ തന്നെ ആശാ വർക്കർമാരെയാണ് വിളിച്ചു ചോദിച്ചത്. ആശാ വർക്കർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇവിടെ ഒരു ഗർഭിണിയായ ലേഡി ഉണ്ടെന്ന് പോലും അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഹസ്യമായി എന്തെങ്കിലും ഇവിടെ താമസിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് ഏകദേശം ഒരു ഫ്ളാറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ശേഷമാണ് സംഭവം. വഴിയത്തെ ബൈക്കിന് ആൾക്കാരൊക്കെ കണ്ടത്. അതിനുശേഷം അറിയിച്ചിട്ടാണ് മൂടിയിട്ടതും പോലീസ് വരുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചെന്നുള്ളത് അറിയില്ല. അങ്ങനെ സംഭവം ഇതാണ് 8:10 സംഭവം അറിഞ്ഞപ്പോൾ. ആൺകുട്ടി അല്ല, 1-2 ദിവസം പ്രായമുള്ള കുഞ്ഞു കുട്ടിയാണ്. പൊക്കിൾക്കൊടി വീണപ്പോ ഫോട്ടോ ഇവിടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു, കണ്ട ഒരാൾ. പുള്ളി മാറിക്കളഞ്ഞ്. ശരിക്കും ആ ഫോട്ടോയിൽ കണ്ടപ്പോ അതിൽ പൊക്കിൾക്കൊടി ഉണ്ട്. വീണിട്ട് 2 വീലേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണി. 2 ഫ്ളാറ്റിലെയും സെക്യൂരിറ്റികൾ അനങ്ങാണ്ട് നിന്നിച്ച്. പുള്ളി പറഞ്ഞ കഥയുണ്ടാ. പുള്ളി മാറിക്കളഞ്ഞ്. അത് കഴിഞ്ഞിട്ട് വലിയൊരു വണ്ടി വന്നപ്പോ പേപ്പർ പറഞ്ഞപ്പോ കണ്ടിട്ട് ചവിട്ടി നിർത്തി. അല്ലെ കയറിപ്പോണ്ട് മാറിപ്പോയത് തന്നെ ഭാഗ്യം. ഇല്ലെങ്കിൽ ആ വണ്ടികൾ കയറിപ്പോയി എന്ത് നമുക്കത് കേട്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. എന്തൊരു ദാരുണമായ അന്ത്യം കണ്ടില്ല. നമ്മൾ കേട്ടിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് അത്ര ഒരു ഇതാണ്. ആരാണ് കണ്ടുപിടിക്കുന്നത്? നല്ല ശിക്ഷ കൊടുക്കുന്നതിന് പറ്റിയ പിഴവാണ്. ആരാണെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ ജനങ്ങൾ അറിയണമല്ലേ. ഇത്ര ഇപ്പൊ ജനങ്ങളുടെ എല്ലാവരുടെയും മനസാക്ഷിനെ ഞെട്ടിക്കണ ഒരു സംഭവം ഇത് വിടരുത്. വേറെ ഒന്നും പറയാനില്ല. ആ പേപ്പർ മാറിയത് കൊണ്ടാണ് ആ കുഞ്ഞിനെ കാണാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ വണ്ടികൾ അരഞ്ഞരിഞ്ഞു പോകും. സാധാരണ പൊളിറ്റിംഗ് കവറിലല്ല കൊണ്ടുവന്ന് വേസ്റ്റ് കയറുന്ന നടുക്കിടക്കുമ്പോൾ എല്ലാരും കയറ്റി കൊണ്ടുപോകും. പക്ഷെ ഭാഗ്യത്തിന് കണ്ട കാരണം ആ കുഞ്ഞിനെ ഫോട്ടോയെങ്കിലും കാണാൻ പറ്റി കൊച്ചിന്റെ. അല്ല അരഞ്ഞരിഞ്ഞ ആ കൊച്ചു പോയാൽ അതൊരു പിടിക്കണം. നമുക്കൊരു മനസാക്ഷി ഞെട്ടണ ഒരു സംഭവല്ലേ. പ്രഗ്നന്റ് ലേഡീസ് ഇല്ലെന്നാ പറയുന്നത്. വീട്ടുകാർ അവർക്ക് അവിടുത്തെ സർവൻസ് ആണ്. അവര് പറഞ്ഞു അവിടെ പ്രഗ്നന്റ് ലേഡീസ് ആരും ഇല്ലാന്ന്. അപ്പൊ അവർക്കറിയില്ല. ഒന്നിലാരും പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അകത്തൊക്കെ ഡെലിവറി നടന്നിട്ടില്ല എന്നൊരു പറയുന്നത്. നാട്ടുകാരുടെ പ്രതികരണം പോലെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. പനമ്പള്ളി നഗറിലെ ഈ സംഭവം നടന്ന റോഡിന് തൊട്ട് സമീപത്തുള്ള ഫ്ളാറ്റിലെ ഒരു കുടുംബമാണ് ഈ കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. അച്ഛനെയും അമ്മയെയും മകളെയും പോലീസ് ചോദ്യം ചെയ്തു. പ്രസവം കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞാണ് കൊലപാതകമെന്നും അമ്മയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും പോലീസ് പറഞ്ഞു. പെൺകുട്ടി ബലാത്സംഗ കേസിലെ അതിജീവിതയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മെഡിക്കൽ ചെക്കപ്പ്, ബാക്കി പ്രൊസീജിയർ അതുപോലെ തന്നെ അതിന്റെ പ്രൊസീജിയർ ഡിലേ ഇല്ലാതെ തന്നെ നടത്താൻ വേണ്ടി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അപ്പോൾ പാരന്റിന്റെ ഇൻവോൾവ്മെന്റ് പ്രഥമ വിഷയം ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് അതിന്റെ പാരന്റ്സ് അത് തന്നെയാണ് പറഞ്ഞത്. വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണെന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ സംഭവം നടന്നത് രാവിലെ 8 മണിക്കാണെന്നാണ് നാട്ടുകാർ നൽകിയ വിവരം. അതായത് ഇപ്പോൾ ഏകദേശം 6 മണിക്കൂറോളം പിന്നിടുന്നു ഈ സംഭവം നടന്നിട്ട്. 2-3 കാര്യങ്ങളിൽ വ്യക്തത വേണം. പോലീസ് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്, ബലാത്സംഗ കേസിലെ അതിജീവിതയാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട്. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണോ റോഡിലേക്ക് എറിഞ്ഞത്, അതോ റോഡിൽ വീട്
റോഡിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നോ? ഇക്കാര്യങ്ങളിൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് വ്യക്തത വന്നിട്ടുണ്ടോ? അതോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ ശേഷം മാത്രമേ ഇത് കൊലപാതകം ഏത് രീതിയിലായിരുന്നു കൊലപാതകം നടത്തിയെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ? ആജ്ഞ. ടോം, ഇപ്പോൾ അവസാനമായി എത്തി നിൽക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം മാത്രമേ കൊലപാതകമായിരുന്നോ അതോ പ്രസവത്തോടെ കുട്ടി മരിച്ച ചാപിള്ള ആയിരുന്നോ അതല്ലെങ്കിൽ പ്രസവിച്ച് 3 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് റോഡിലേക്ക് എടുത്തെറിഞ്ഞതെന്ന് പറയുന്നു. ഈ സമയത്ത് മരിച്ചതാണോ? ഇങ്ങനെയുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ എന്നാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയത്. സിറ്റി പോലീസ് കമ്മീഷണർ നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമേ ഈ കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് അതിന്റെ വ്യക്തതയ്ക്ക് അനുസരിച്ചാണ് ഈ കേസിന്റെ സ്വഭാവം തന്നെ ഇനി നമുക്ക് രൂപീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും ചാപിള്ളയാണെങ്കിൽ ഈ കേസിൽ ഇനി മറ്റൊരു ഫർദർ ഡെവലപ്മെന്റ്സും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു കേസ് അവിടെ നിൽക്കുന്നത് ഈ പെൺകുട്ടി റേപ്പ് വ്യക്തിമാണ്. ആരാണ് റേപ്പിസ്റ്റ്? അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ശിക്ഷയാണ് കൊടുത്തിട്ടുള്ളത്? അല്ലെങ്കിൽ അത്തരം ഒരു കേസ് ഇവിടെ ഡെവലപ്പ് ചെയ്തു വരാനുള്ള സാധ്യതയാണ് അതിനകത്തുള്ളത്. ഈ കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം ഇത് ബർഡറാണ് അല്ലെങ്കിൽ പെൺകുട്ടി എടുത്തെറിയുന്നത് വരെ കുഞ്ഞിന് ഉണ്ടായിരുന്നു എങ്കിൽ മാത്രമല്ല പെൺകുട്ടി ഷാളൊക്കെ ആ കുട്ടിയുടെ കഴുത്തിൽ മുറുക്കിയിരുന്നു, കുഞ്ഞിന്റെ കഴുത്തിൽ മുറുക്കിയിരുന്നു എന്നും വ്യക്തമാണ്. അത് പെൺകുട്ടി തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത് ആ കുട്ടി ജനിച്ച ശേഷമുള്ള പരിഭ്രാന്തിയിൽ ചെയ്തു പോയത് എന്നാണ് അതിജീവിത പോലീസിനോട് വ്യക്തമാക്കിയത്. പക്ഷേ ഈ സാഹചര്യം നിൽക്കുമ്പോൾ പോലും ഇത് മർഡറാണോ അതല്ലെങ്കിൽ കുഞ്ഞു മരിച്ചിരുന്നോ എന്നുള്ള കാര്യം വ്യക്തമാക്കാതെ ഇതിനകത്ത് കൊലപാതകം എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകം തെളിഞ്ഞാൽ ഈ പെൺകുട്ടി അതിജീവിത കൊലപാതക കേസിലെ കൂടി പ്രതിയാണ്. എന്നാൽ പാരന്റ്സ് പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു, അവരെ കൂടി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അവർക്ക് ഈ കേസുമായി ഒരു ബന്ധവുമില്ല, അവരുടെ അറിവോടെ അല്ല കുട്ടി ഈ കൃത്യം ചെയ്തത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ടോം, അത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമോ? കാരണം ഒരു 22 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി ഗർഭിണിയായ വിവരം അതേ വീട്ടിൽ തന്നെ താമസിക്കുന്ന അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നില്ല എന്ന് പോലീസ് ഇപ്പോഴും കരുതുന്നുണ്ടോ? അതോ ഈ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നാണോ പോലീസ് വ്യക്തമാക്കുന്നത്, സൂചിപ്പിക്കുന്ന കാര്യം? കൊലപാതകത്തിൽ പാരന്റ്സിന് പങ്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. കൊലപാതകം നടത്തിയത് പെൺകുട്ടി അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത്, കവറിലാക്കി വലിച്ചെറിഞ്ഞത് പെൺകുട്ടിയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പീഡന വിവരം മാതാപിതാക്കൾ അറിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ പെൺകുട്ടി പ്രഗ്നന്റ് ആണോ എന്നുള്ള വിവരം മാതാപിതാക്കൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമല്ല പോലീസ് വ്യക്തമാക്കിയത്. പോലീസ് കൃത്യമായി പറയുന്നുണ്ട് ഈ കൊലപാതകത്തിൽ മാതാപിതാക്കൾക്ക് പങ്കില്ല. അത് പെൺകുട്ടി അവരുടെ അറിവോടെയല്ല. പെൺകുട്ടി വാഷ്റൂമിൽ വെച്ച് തന്നെ ഈ കൃത്യം പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ഇതിനുള്ളിലാക്കി പൊതിഞ്ഞ് ആമസോണിന്റെ ഒരു കവറിലാണ് പുറത്തേക്ക് എറിയുന്നത്. ആ ആമസോണിന്റെ ബാർകോഡ് വെച്ചിട്ടാണ് പിന്നീട് പോലീസ് ഇത് ഏത് ഫ്ളാറ്റാണ് എന്ന് സ്പെസിഫിക് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. അന്വേഷണത്തിന് ശേഷം ഈ അപ്പാർട്ട്മെന്റിൽ, ഈ പനമ്പള്ളി നഗറിലെ ഈ അപ്പാർട്ട്മെന്റിൽ 20ഓളം ഫ്ളാറ്റുകളാണുള്ളത്. 20ൽ 18 ആളുകൾ താമസമുണ്ടായിരുന്നു. അതിലെ ഒരു ഫ്ളാറ്റിലാണ്, എല്ലാ ഫ്ളാറ്റുകളിലും പോലീസ് അന്വേഷണം നടത്തി. ഒടുവിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ ഫ്ളാറ്റിലെത്തിയപ്പോൾ അവിടുത്തെ വാഷ്റൂമിലെ ബ്ലഡ് സ്റ്റെയിൻ, രക്തക്കറ കണ്ടെത്തി. ഇതേ തുടർന്ന് അന്വേഷണം അവിടെ നിൽക്കുകയായിരുന്നു. തുടർന്ന് അവരെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു പിന്നീട് ചോദ്യം ചെയ്യലൊക്കെ നടന്നത്. ഏകദേശം 8:15 കൂടിയാണ് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ ഭാഗത്തേക്ക് കുഞ്ഞിനെ വലിച്ചെറിയുന്നത്. നമുക്ക് ഇപ്പോഴും കുഞ്ഞിന്റെ രക്തക്കറ അവിടെ കിടപ്പുണ്ട്. ഈ ഭാഗത്തേക്കാണ് കുഞ്ഞിനെ മുകളിൽ നിന്ന് വലിച്ചെറിയുന്നത്. ഈ വിഷ്വലാണ് ഇന്ന് നമുക്ക് രാവിലെ CCTV ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. 8:15 കൂടിയാണ് ഈ കൃത്യം നിർവഹിക്കുന്നത്. തൊട്ടടുത്തൊരു ചവറുകൂനയുണ്ട്, ഒരുപക്ഷെ അത് ലക്ഷ്യമാക്കി എറിഞ്ഞതായിരിക്കാമെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ വീഴാതെ ഇവിടെ റോഡിൽ തന്നെ, നടു റോഡിൽ തന്നെ വീഴുകയുണ്ടായി. പക്ഷേ കുറച്ചു നേരമൊക്കെ ആളുകൾ അത് വാഹനങ്ങളിൽ കടന്നു പോകുന്നവരൊക്കെ അത് വേസ്റ്റ് ആണ് എന്നുള്ള മട്ടിലാണ് കടന്നു പോയത്. ഒരുപക്ഷെ ശ്രദ്ധിച്ച പോലും ഇല്ലായിരിക്കാം. പക്ഷെ ഒരു വാഹനം കടന്നു വന്നപ്പോൾ ഈ കവർ മാറുകയും കുഞ്ഞിന്റെ മുഖം വ്യക്തമാവുകയും ചെയ്തു. അതോടുകൂടിയാണോ ഇതൊരു നവജാത ശിശുവിന്റെ മൃതദേഹമാണ്, അത് പരിശോധിച്ചപ്പോൾ അതിന്റെ പൊക്കിൾ കൊടി ഉണ്ടായിരുന്നു. ഇന്ന് വെളുപ്പിന് 5 മണിയോട് കൂടിയാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചത്. ആ പൊക്കിൾ കൊടിയോട് കൂടിയാണ് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തുടർന്നാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് ഈ റോഡും ഫ്ളാറ്റും മുഴുവൻ അടച്ച് ബന്ദോബസ്താക്കി. മീഡിയ പ്രവർത്തകരെ ഉൾപ്പെടെ, മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഇതിനകത്തേക്ക് കയറ്റാതിരുന്നു. അങ്ങനെ സുരക്ഷിതമായ ഒരു വലയം
ബഹളമുണ്ടാക്കിയ ശേഷമാണ് പോലീസ് പഴുതടച്ച അന്വേഷണം തന്നെയാണ് ഈ കാര്യത്തിൽ നടത്തിയത്. എന്നിരുന്നാലും വളരെ വേഗം ഈ പറഞ്ഞതുപോലെ ആമസോണിന്റെ കവറിലാണ് എറിഞ്ഞത്. അതില് അഡ്രസ്, കുഞ്ഞിന്റെ ചോര വീണ് അഡ്രസ് വ്യക്തമായിരുന്നില്ല. അതിലുണ്ടായിരുന്ന ബാർകോഡ് സ്കാൻ ചെയ്ത ശേഷം തീർച്ചയായും പോലീസിന്റെ അതിവേഗത്തിലുള്ള നീക്കങ്ങളാണ് ഈ പ്രതിയിലേക്ക്, ഈ കൊലയാളിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. സ്വന്തം ഈ കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് ഈ കൊലപ്പെടുത്തിയതെന്ന വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചത്. പക്ഷെ അവിടെയും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ കൂടി വ്യക്തത വേണം ആജ്ഞ. ഈ പെൺകുട്ടി ബലാത്സംഗ കേസിലെ അതിജീവിതയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാകുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ കാര്യം ഇതിനു മുൻപ് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നോ? അങ്ങനെയെങ്കിൽ ആരാണ് പീഡിപ്പിച്ചത്? ഇക്കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതല്ലേ? ഈ കൊലപാതകത്തിൽ ആ പീഡിപ്പിച്ച വ്യക്തിക്കും, അതായത് ഈ ആസൂത്രണത്തിൽ ആ വ്യക്തിക്കും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസിന്റെ അന്വേഷണം ഇനി നീങ്ങേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതാണ് ഇനി പോലീസും അതല്ലെങ്കിൽ നമ്മളും ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ, അതിനാണ് ഇനി ഏറ്റവും ഉത്തരം കണ്ടെത്തേണ്ടുന്ന ഏറ്റവും വലിയ ചോദ്യമെന്നും പറയുന്നത്. പോലീസ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത് അതിനാണ്. ആരാണ് ഈ റേപ്പിസ്റ്റ്? അതല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടത്? അതിനെതിരെ എന്തെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊന്നും വ്യക്തതയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ മാത്രമാണ് ഇത് അതിജീവിതയാണെന്ന്, അല്ലെങ്കിൽ റേപ്പ് വിക്ടിമാണ്, അതിജീവിതയാണ് എന്ന് വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ അല്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇറക്കുന്നത്, ഇങ്ങനെ പ്രസ്താവന ഇറക്കുന്നത്. പെൺകുട്ടി അതിജീവിതയാണ്, അതുകൊണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി പരിശോധിക്കാനുള്ളത് ചാവിള്ളയാണോ മർഡറാണോ എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ചാവിള്ളയാണെങ്കിൽ ഈ കേസ് വാനിഷായി പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. അതേസമയം കൊലപാതകമാണെങ്കിൽ ടോമി പറഞ്ഞതുപോലെ ഇതിലെ റേപ്പിസ്റ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ കേസിലെ പ്രതികളാണ്. അതിന് ആ ഒരു സാഹചര്യത്തിലേക്ക് പെൺകുട്ടിയെ നയിച്ച എന്താണ് ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള പരിചയമാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതിൽ വ്യക്തതയില്ല. പക്ഷെ ആരാണ് അത് പെൺകുട്ടിക്ക് അറിയാം. അങ്ങനെ ഒരു സാഹചര്യം ഇനി പോലീസ് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പ്രത്യേകിച്ച് പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണെങ്കിൽ സ്വമേധയാ കേസെടുക്കേണ്ട ഒരു സാഹചര്യമാണ് അതിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർ ജിം വർഗീസ്, ഈ ഒരു സംഭവം ഏറെ നടുക്കത്തോടു കൂടിയാണ് ഇന്ന് കേരളം കേട്ടത്, ഈ ഒരു വാർത്ത കേട്ടത്. ഈ ഒരു പെൺകുട്ടി ഏത് സാഹചര്യത്തിലായിരിക്കും ഈ യുവതി ഇത്തരം ഒരു ക്രൂരമായ കൃത്യം ചെയ്തത്? ഏതൊരു മാനസികാവസ്ഥയിലായിരിക്കും? കാരണം ഒരു ദുരഭിമാനം, അതല്ലെങ്കിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥ, ഈ ഒരു ബലാത്സംഗത്തിനിരയായതിൻ്റെ മാനസിക വിഷമത്തിൽ, ആ കുഞ്ഞുണ്ടായതിൻ്റെ മാനസിക വിഷമത്തിലുള്ള കൊലപാതകം, താങ്കളുടെ നിരീക്ഷണം എന്താണ്? തീർച്ചയായിട്ടും സാധാരണ ഈ കേസിന്റെ മെറിറ്റിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഇതിന്റെ കോണ്ടെക്സ്റ്റിനെ പറ്റി എനിക്ക് അറിയില്ല. എങ്കിലും പൊതുവെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഒരുപക്ഷെ ഒരു ഇമ്പൾസിവിറ്റിയുടെ ഭാഗമാകാം. ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ ഇമോഷണലി അവർ വളരെ ഡിസ്റ്റർബ്ഡ് ആകുമ്പം യാതൊരു യുക്തിക്കോ ചിന്തിക്കാതെ, അതിന്റെ എന്താ പറയാ ഭാവിയെ കുറിച്ച് ചിന്തിക്കാതെ, കോൺസിക്വൻസിനെ പറ്റി ചിന്തിക്കാതെ, ഫ്രസ്ട്രേഷൻസ് മൂലം ഈ ടോളറൻസ് എന്ന് പറയില്ലേ, ഫ്രസ്ട്രേഷൻ ടോളറൻസ് വളരെ കുറവുള്ള ആളുകൾ ഇമോഷണലി പെട്ടെന്ന് റിയാക്ട് ചെയ്യാം. അങ്ങനെ ഒരുപക്ഷെ നമുക്കറിയില്ല ഇതിന്റെ പ്രൊസീഡിംഗ് ആയിട്ടുള്ള മുൻപ് എന്ത് ഇഷ്യൂസ് ആണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസൺസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എങ്കിലും വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കാം ഒരു പക്ഷേ ഒരു ഫ്രസ്ട്രേഷനെ മാനേജ് ചെയ്യാൻ കഴിയാതെ പോയതിന്റെ റീസൺ ആകാം ഒന്ന്. രണ്ട്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാധാരണഗതിയിൽ ഏതെങ്കിലും മാനസികമായിട്ടുള്ള രോഗത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ എന്താ പറയാ ഒരു ഡിപ്രഷൻ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയും, അത്തരത്തിൽ എന്തെങ്കിലും വിഷാദ രോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക അസ്വസ്ഥത മൂലമോ ഒരുപക്ഷെ കുഞ്ഞുമായിട്ടുള്ള ബന്ധമോ മറ്റു കാര്യങ്ങളൊക്കെ അതൊരു റിയാലിറ്റി ഓറിയന്റഡ് ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലാതെ വന്ന ഒരു സാഹചര്യത്തിലും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ ഈ ഏതെങ്കിലും തരത്തിൽ സെക്ഷുവൽ ആയിട്ടുള്ള ഒരു ഹരാസ്മെന്റോ മാത്രം നടന്നുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടക്കണമെന്നില്ല. മറിച്ച് മറ്റെന്തെങ്കിലും മാനസികമായിട്ടുള്ള രോഗത്തിന്റെ ഭാഗമായി ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷനും കൂടുതലും ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ ശരിക്കും സൈക്കോളജിക്കലി എന്താണ് ആൾക്ക് പറ്റിയെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ബലാത്സംഗം എന്നുള്ള
ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രം ഇങ്ങനെ കുട്ടിയെ എറിയേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. അതുകൊണ്ട് മാനസികമായിട്ട് ഏതെങ്കിലും തരത്തിലൂടെ ആള് പോകുന്നുണ്ടോ, എന്താണ് ഇമ്മീഡിയറ്റ് ട്രിഗർ ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഒരു വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവരുടെ മാനസിക നില എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. വർഗീസ്, ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടിക്കടി ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും വിവാഹിതരായിട്ടുള്ള ഈ സമീപകാലത്താണ് തിരുവനന്തപുരത്ത് വിവാഹിതയായ ഒരു യുവതി മറ്റൊരു അവിഹിത ഗർഭത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. പിന്നീട് ആ കുഞ്ഞ് അത് മറച്ചു വെക്കാൻ, മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാൻ, ബന്ധുക്കളിൽ നിന്നൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ സ്വാഭാവികമായും ഇതുപോലുള്ള വിവാഹേതര ബന്ധത്തിൽ ഗർഭം ധരിക്കുന്ന സ്ത്രീകൾ ചിലർ അതിനൊക്കെ അതിജീവിച്ച് കുഞ്ഞിനെ വളർത്തുന്നുണ്ട്. മറ്റു ചിലർ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ടിൽ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ സംഭവിച്ചതാകാം, അവർ ഇരകളാകപ്പെട്ടായിരിക്കാം ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ചതൊക്കെ. താങ്കളുടെ ഒരു ഉപദേശം എന്താണ് ഇത്തരം ഒരു അനുഭവങ്ങൾ ഉണ്ടാകുന്ന, ദുരനുഭവം ഉണ്ടാകുന്ന പെൺകുട്ടികളോട്, യുവതികളോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇപ്പം ഈ സമൂഹത്തിൽ വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ എന്താ പറയാ പീഡനത്തിന് വിധേയമാക്കപ്പെടുന്ന സ്ത്രീകളാണ്. ബാക്കി എല്ലാവരും അതിന്റെ ഫ്രണ്ടിൽ നിന്ന് മാറിപ്പോവുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു അതിജീവിത എന്നുള്ള നിലയിൽ സമൂഹം അവരെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ ചേർത്ത് നിർത്തി ഇതൊരു എന്താ പറയാ ഒരു അവസ്ഥയാണ്, അവസ്ഥയിൽ നിന്ന് മാറുന്നതിന് വേണ്ടി ഒരു സപ്പോർട്ടാണ് വേണ്ടത്. അല്ലാതെ ഇവരെ കുറിച്ചുള്ള ന്യൂസോ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാനോ എന്നുള്ളതല്ല, മറിച്ച് അവരെ എങ്ങനെ നമുക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അവരുടെ ഒരു മാനസിക അവസ്ഥയെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു പെർപെറ്റുവേഷൻ സംഭവിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിന് സ്ത്രീയുടേതായിട്ടുള്ള ഭാഗത്ത് ചില പ്രോബ്ലംസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ആളുകളുടെ പ്രോബ്ലംസ് ഉണ്ടാകാം. ചിലപ്പം അത് ബലാത്സംഗമായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ മറ്റ് ഇഷ്ടങ്ങൾ വെച്ചിട്ടാകാം. എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്കൊരു അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആണ് വേണ്ടത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലല്ലോ, ഇത് കുറെ നാളത്തെ സംഭവങ്ങളാണ്. ആ സമയത്ത് ഇവരുടെ ഫാമിലി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഫാമിലിയുടെ സപ്പോർട്ട് എത്രമാത്രമാണ്. ഒരു കുറ്റകൃത്യം നടന്നു കഴിയുമ്പോഴത്തേനും ഇവരെ ബ്ലെയിം ചെയ്യുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പം സമൂഹത്തിൽ നിന്നും വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ ഉപരി കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഒറ്റപ്പെടലാണ്, ഒരു തിരസ്കരണമാണ് ശരിക്കും ഇങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് അവിടെ കടന്നു പോവുക. അതുകൊണ്ട് തന്നെ സമൂഹത്തിനും കുടുംബത്തിനും ഇവരോട് ചേർന്ന് നിൽക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബാധ്യതയും കാര്യങ്ങൾക്ക് ഒരു എന്താ പറയാ നല്ല രീതിയിലുള്ള ഒരു ആശ്വാസം പകരുന്ന രീതിയിൽ സമൂഹം മൊത്തമായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അതിൽ വ്യക്തമാണ്. വളരെയധികം നന്ദി. ഡോക്ടർ ജിം വർഗീസ് സൈക്കോളജിസ്റ്റാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത്തരം സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ചില വ്യക്തികളുടെ, ചില പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകാം, ദുരനുഭവങ്ങൾ ഉണ്ടാകാം. അദ്ദേഹം പറയുന്നത് അബദ്ധത്തിലാകാം, ബോധപൂർവമല്ല, അബദ്ധത്തിൽ ചില ചതികളിൽ പെടുന്നതാകാം. അവിടെയൊക്കെ കുടുംബത്തിൻ്റെ ഒരു പിന്തുണയാണ് വേണ്ടത്. കാരണം സമൂഹം ചിലപ്പോൾ ഒറ്റപ്പെടുന്നതുമായിരിക്കും, കുറ്റപ്പെടുത്തുമായിരിക്കും. അവിടെ കുടുംബത്തിൻ്റെ, മാതാപിതാക്കളുടെയൊക്കെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ദുരനുഭവങ്ങളിൽ നിന്നും പെൺകുട്ടികളെ ഒരു അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായും കുടുംബത്തിൻ്റെ പിന്തുണയാണ് വേണ്ടത്. അതല്ലെങ്കിൽ ഇതുപോലുള്ള കടുങ്കൈ, ഇതുപോലുള്ള ക്രൂരതകളിലേക്ക് പോകുന്നൊരു മാനസികാവസ്ഥയിലേക്ക് പിന്നീട് യുവതികളും പെൺകുട്ടികളൊക്കെ മാറുന്ന സാഹചര്യമാണ് പിന്നീട് ഇത്തരം നടുക്കുന്ന സംഭവങ്ങളിലേക്ക്, ക്രൂരമായ സംഭവങ്ങളിലേക്ക് കലാശിക്കുന്നത്. എന്തായാലും എന്താണ് ഇന്ന് സംഭവിച്ചത്, എപ്പോഴായിരുന്നു ഈ കുഞ്ഞിനെ അമ്മ, പെൺകുട്ടി ഫ്ലാറ്റിൽ നിന്നും എറിഞ്ഞ് കൊലപ്പെടുത്തിയത്? അതിനുശേഷം പോലീസിൻ്റെ അന്വേഷണം, പിന്നീട് ഇപ്പോൾ ഈ പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നു. ഇതെങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഡാനി പോളിൻ്റെ റിപ്പോർട്ടിലേക്ക്. നമ്മൾ ഉള്ളത് ആ ഫ്ളാറ്റിന് തൊട്ട് കീഴെയാണ്. ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന്, മുകളിലെ ഈ ഭാഗത്തു നിന്നാണ് ഇവിടേക്ക് കീഴേക്ക് ആ കിറ്റ് എറിയുന്നത്. തൊട്ടു താഴെ ഇവിടെ നിലം പതിക്കുന്നു. ഇപ്പോഴും ആ ബ്ലഡ് സെയിൻസ് എല്ലാം തന്നെ ഇവിടേക്ക് കിടക്കുന്നു. പക്ഷെ അവരുടെ ലക്ഷ്യം, എറിഞ്ഞത് ആരായാലും അത് അവരുടെ ലക്ഷ്യം ഈ തൊട്ട് കാണുന്ന ഈ കാട് പിടിച്ച് ഏതാണ്ട് മൂടപ്പെട്ട് കിടക്കുന്ന ഈ പറമ്പാണ്, ഇവിടേക്കാണ് ലക്ഷ്യം വെച്ചതെന്നാണ് അവർ പറയുന്നത്. ഇവിടേക്ക് എറിയുന്നു. അതിനുശേഷം പക്ഷെ അതില്ലാതെ ഇവിടെ തന്നെ ഈ
റോഡിൽ തന്നെ കിടക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് 7:30 രാവിലെ 7:30 ഈ സംഭവം നടക്കുന്നത്. അവരുടെ ലക്ഷ്യം ഈ കാണുന്ന ഒരു ചപ്പുകുനയിലേക്ക് വലിച്ചെറിയാൻ കഴിയും എന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ കുഞ്ഞിനെ ഇവിടേക്ക് എറിയുകയും ചെയ്തത്. പക്ഷെ അതുണ്ടായില്ല. റോഡിൽ തന്നെ, നടു റോഡിൽ തന്നെ ഇവിടെ കിടക്കുന്നു. ഇവിടെ ഭാഗ്യത്തിന് മറ്റു വാഹനങ്ങൾ, നിരവധി വാഹനങ്ങളും എല്ലാം തന്നെ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് അവർ എറിഞ്ഞ ആ ഹിറ്റ്, അത് കുഞ്ഞിന്റെ ശരീരം ഇവിടെ അവശേഷിച്ചു, മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് ഈ സീനിലേക്ക്, ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് പോലീസും ഈ ക്രൈം സീനിലേക്ക് എത്തുന്നു. പോലീസിന്റെ ഭാഗത്ത് തുടക്കത്തിൽ ഇത് എന്താണ് സംഭവിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് പോകുന്നു. പോലീസ് ആദ്യം ചെയ്തത് ഈ ഫ്ളാറ്റ് മുഴുവനായിട്ട് തന്നെ സീൽ ചെയ്യുക എന്നതാണ്. ആരും തന്നെ പുറത്തേക്ക് പോകാൻ കഴിയില്ല, സാധ്യമല്ല എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. ഒരാൾ മാത്രം, ബാങ്ക് മാനേജർ, അദ്ദേഹത്തിന്റെ ജോലിയുടെ ഉത്തരവാദിത്വം, ഗൗരവ സ്വഭാവം പരിഗണിച്ച് അദ്ദേഹത്തെ മാത്രം പരിശോധനകൾക്ക്, ചോദ്യങ്ങൾ വിശദമായി ചോദിച്ചതിന് ശേഷം അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഫ്ളാറ്റിൽ ഓരോ മുറിയും പരിശോധിക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് പോയത്. തുടർന്നാണ് 5C എന്ന പേരിലുള്ള ഫ്ളാറ്റുണ്ട്. 5C അടഞ്ഞു കിടക്കുകയാണ്. 5C 1 പോലീസ് സംഘം എത്തുന്നത്. ഇവിടെ ബാത്റൂമിന്റെ ടൈലിൽ നിന്നുമെല്ലാം ബ്ലഡ് സ്റ്റെയിൻ കണ്ടെത്തുകയും തുടർന്ന് പോലീസ് അത് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വിശദമായ ഒരു ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇവരിത് സമ്മതിക്കുന്നത്. പെൺകുട്ടി തന്നെ ഇത് സമ്മതിക്കുന്നത്. അപ്പോഴും അവരുടെ വീട്ടുകാർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്നതാണ് പറയുന്നത്. പോലീസ് ഭാഷ്യവും അത് തന്നെയാണ്, അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ആശങ്കപ്പെടുത്തിയ ഒരു സംഭവത്തിന് പോലീസ് ഉത്തരം കണ്ടെത്തുന്നു. എന്തായാലും ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതായാലും പോലീസ് ആ രീതിയിലുള്ള ഒരു വിശദമായ രീതിയിൽ കുട്ടിയുടെ മൊഴിയെടുത്തത് അടക്കമുള്ള രീതിയിലേക്ക് പരിശോധനകൾ തുടരുകയാണ്. എന്താണ് ഇനി ഇത് സംബന്ധിയായി കൂടുതൽ പോലീസിന് പറയുവാനുള്ളത് എന്നത് വരും മണിക്കൂറിൽ വ്യക്തമാകും. യെസ്, ഡാനി സൂചിപ്പിച്ചതുപോലെ ഇനിയും ചില കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഈ കുഞ്ഞ് തനിച്ചാണോ കൃത്യം നടത്തിയത്? മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നോ? ഈ പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ വ്യക്തിക്ക് ഈ ആസൂത്രണത്തിൽ പങ്കുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ആജ്ഞ രവീന്ദ്രനിലേക്ക് വീണ്ടും. ആജ്ഞ, ഞാൻ നേരത്തെ ചോദിച്ചത്, ഇതൊരു ബലാത്സംഗ കേസിലെ അതിജീവിതയാണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇരയായി പിന്നീട് ഗർഭം ധരിച്ചു, കുഞ്ഞിനെ പ്രസവിച്ചു എന്നാണ് പോലീസിൻ്റെ നിലവിലുള്ള കണ്ടെത്തൽ. പക്ഷേ എൻ്റെ സംശയം, ഇത്രയും നാളായിട്ടും പോലീസിൽ ഇവർ യാതൊരു പരാതിയും നൽകിയിരുന്നില്ല. ഇതുപോലുള്ള ഒരു ഗർഭധാരണത്തിന് പല സാഹചര്യങ്ങളുണ്ട്. ഒരു ബലാത്സംഗം, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രണയബന്ധത്തെ തുടർന്നുള്ള ഒരു ഗർഭധാരണം. എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്? ഈ മറ്റ് സാധ്യതകളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടോ? മറ്റു സാധ്യതകളൊക്കെ പോലീസ് പരിശോധിക്കുമെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് മുന്നിൽ പഴുതടച്ചാണ് പോലീസ് ഇങ്ങനെ ഒരു സാധ്യത മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പെൺകുട്ടി ഒരു റേപ്പ് വിക്റ്റിമാണ്, അതിജീവിതയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അതിനെപ്പറ്റി വ്യക്തമാക്കാനാകില്ല എന്നുള്ള തരത്തിലാണ് പോലീസ് കമ്മീഷണർ നമ്മളോട് അല്പം മുമ്പ് പ്രതികരിച്ചത് തന്നെ. അതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കേസിൽ ഈ കുഞ്ഞ് ചാപിള്ളയായിരുന്നോ അതോ അതിൽ മർഡർ ആയിരുന്നോ എന്നുള്ള കാര്യം കൂടി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായാൽ മാത്രമേ ഈ പെൺകുട്ടിക്കെതിരെ കൊലപാതകത്തിനുള്ള കുറ്റം, പെൺകുട്ടിക്കെതിരെ കൊലപാതകത്തിനുള്ള കുറ്റം ചുമത്താനുള്ള സാധ്യത പോലും നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ ഈ റേപ്പ് എന്ന് പറയുന്ന ഒരു സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് റേപ്പിസ്റ്റ് ആര് എന്നൊരു ചോദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അയാളിലേക്ക് ഈ അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ പരാതിക്കാരി എന്നുള്ള തരത്തിലേക്ക് അതിജീവിത ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അതിജീവിത ഇതുവരെയും പരാതിക്കാരി എന്നുള്ള ഒരു റോളിൽ പോലീസിന് മുന്നിൽ എത്തിയിട്ടില്ല എന്ന് വേണം അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു സാഹചര്യം പരിഗണിച്ചാൽ, ടോം തന്നെ സൂചിപ്പിച്ചു, ഇതൊരു പക്ഷേ ദുരഭിമാനം കൊണ്ട് സംഭവിച്ചു പോയതായേക്കാം. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, 22 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ബലാത്സംഗത്തിന് ഇരയാക്കുന്നു. അത് പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് ഒളിപ്പിച്ചു വെക്കാൻ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രത്യേകിച്ചും അഭ്യസ്തവിദ്യരായ ആളുകൾക്കിടയിൽ പോലും ഇത്തരമൊരു ശ്രമങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് വേണം. അങ്ങനെയാണ് ഇതിന്റെ സാധ്യതയെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലീസ് ഇതിൽ എന്ത് നടപടിയെടുക്കും, പ്രത്യേകിച്ചും പെൺകുട്ടിക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. എന്നിരുന്നാൽ പോലും ഈ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ
ഈ റേപ്പിസ്റ്റ് ആരാണ്, ഈ പെൺകുട്ടി എങ്ങനെയാണ് അയാളുമായി പരിചയം, അതല്ലെങ്കിൽ ടോം സൂചിപ്പിച്ചതുപോലെ മറ്റേതെങ്കിലും ബന്ധത്തിലുള്ള കുട്ടിയാണോ, പ്രണയത്തിലൂടെ ഉണ്ടായ കുട്ടിയാണ്, അതാണെങ്കിൽ പോലും പെൺകുട്ടിയുടെ സമ്മതപ്രകാരം അല്ലാതെ നടന്നിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ അതിന് പോലും റേപ്പ് എന്നുള്ള തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം കൂടി പോലീസിന് മുന്നിലുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താൽ ടോം സൂചിപ്പിച്ചതുപോലെ അതിൽ അയാൾക്കും ഈ കുഞ്ഞിനെ കൊല്ലുന്നതിൽ അല്ലെ ഈ കുഞ്ഞ് നവജാത ശിശുവിനെ ഇല്ലാതാക്കുന്നതിൽ അയാളുടെ പങ്കെന്താണ്, അയാളുടെ പങ്കിൻ്റെ പ്രാമുഖ്യം എന്താണ്, ഇത്തരം കാര്യങ്ങൾ കൂടി അസസ് ചെയ്യേണ്ട, വിലയിരുത്തേണ്ടത് ഒരു സാഹചര്യം കൂടി പോലീസിന് മുന്നിൽ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ടോം. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിനെ സംബന്ധിച്ച് ഇനിയും കണ്ടെത്താൻ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ആരാ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്, എങ്ങനെയാണ്, കൊലപാതകത്തിന് ശേഷമാണ്, കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് റോഡിലേക്ക് എറിഞ്ഞത്, അതോ കുഞ്ഞ് ഗർഭാവസ്ഥയിൽ തന്നെ, അതായത് കുഞ്ഞ് ജനിച്ച ചാപിള്ളയായിരുന്നോ, തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ ശേഷം മാത്രമേ പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയുള്ളൂ. മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലും പോലീസ് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്.